നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPMന്റെ സംസ്ഥാന കമ്മിറ്റി ബുധനാഴ്ച ചേരാനിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച ഏകദേശ രൂപമായിരിക്കുകയാണ്. ജില്ലകളിൽ നിന്നുള്ള പേരുകൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിരിക്കുകയാണ്. ബുധനാഴ്ച രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും തുടർന്ന് സംസ്ഥാന സമിതിയും ചേരും. സംസ്ഥാന സമിതി പട്ടിക സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കും. പ്രബലരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് പാർട്ടി തീരുമാനം. ഇതിലൊരു പരീക്ഷണത്തിന് പാർട്ടി തയ്യാറാകുന്നില്ല. കാരണം 2019 കൈവിട്ടു പോയ സീറ്റുകൾ തിരികെ പിടിക്കുക. CPMന്റെ അഭിമാനകരമായിട്ടുള്ള പല മണ്ഡലങ്ങളിലും ദയനീയ പരാജയമാണ് സംഭവിച്ചത്. അത് തിരിച്ചു പിടിക്കണം. ഒരു കനൽ മാത്രമാണ് ഉണ്ടായിരുന്നത് 19, അത് ആലപ്പുഴയിൽ. അത് വലിയ ഒരു ഭൂരിപക്ഷമൊന്നുമല്ല. എതിർപക്ഷം അല്പം ആഞ്ഞു പിടിച്ചാൽ തന്നെ ആ മണ്ഡലം കൂടി CPMന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാഹചര്യവുമാണ് കാണുന്നത്. എന്തായാലും പാർട്ടിയുടെ തീരുമാനം ഇത്തരത്തിലാണ്. മന്ത്രി K രാധാകൃഷ്ണന് ആലത്തൂർ സീറ്റ് തിരികെ പിടിക്കാനായി മത്സര രംഗത്തേക്ക് ഇറക്കുമെന്നാണ് അറിയുന്നത്. K രാധാകൃഷ്ണൻ മത്സര രംഗത്തുണ്ടാകില്ല എന്ന് പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ മത്സരിച്ചേ പറ്റുകയുള്ളൂ. നിലവിലെ ധാരണ അനുസരിച്ച് 3 ജില്ലാ സെക്രട്ടറിമാരാണ് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. അതിൽ കണ്ണൂരിൽ MV ജയരാജന്, ആറ്റിങ്ങലിൽ V ജോയിയും, കാസർഗോഡ് MV ബാലകൃഷ്ണനും. ഇതിൽ 3 അതിപ്രധാനമായിട്ടുള്ളതാണ്. കാരണം കണ്ണൂര് സുധാകരൻ്റെ കയ്യിലിരിക്കുന്നതാണ്. സുധാകരൻ ഒരുപക്ഷെ മത്സരിച്ചുവോ എന്ന് വരാം. ആറ്റിങ്ങൽ എന്ന് പറഞ്ഞാൽ അവിടെ ശക്തമായ ത്രികോണ മത്സരമാണ്. അവിടെ കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ മത്സര രംഗത്തുണ്ട്. അടൂർ പ്രകാശ് 19 സമ്പത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയതാണ് ആറ്റിങ്ങൽ മണ്ഡലം. അതുപോലെ തന്നെ കാസർഗോഡ് BJPക്ക് നോട്ടമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ്. 2 MLA-മാരെയും മത്സരിപ്പിക്കാൻ ആലോചനയുണ്ട്. അതിലൊന്ന് കൊല്ലത്താണ്. കൊല്ലത്ത് അവിടെയാണ് CPMന് പതർച്ച നേരിടാൻ പോകുന്നത്. 3ാം വട്ടവും CPM അവിടെ അടിപതറും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലം MLA ആയ മുകേഷിനെ രംഗത്തിറക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. മുകേഷ് MLA എന്നുള്ള രീതിയിൽ തന്നെ പക്ക പരാജയമാണ് എന്ന് വോട്ടർമാർ തലയിൽ കൈവച്ച് വിളിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇത് പാർട്ടിയും കേൾക്കുന്നില്ല, മുകേഷും കേൾക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ MP സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയാൽ ആര് വോട്ട് ചെയ്യാനാണ്? 2026 വരെ കാത്തിരിക്കുന്നില്ല, ഞങ്ങൾ 2024 തന്നെ പകരം വീട്ടുമെന്നും പറഞ്ഞാണ് വോട്ടർമാർ കാത്തിരിക്കുന്നത്. വടകരയിൽ MLA KK ശൈലജയെ മത്സരിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. വടകര CPMന് നഷ്ടപ്പെട്ടതൊരു വലിയ അടിയാണ്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വടകരയിലെത്തിയ മുരളീധരൻ്റെ കൈവശമാണ് വടകര ഇരിക്കുന്നത്. കണ്ണൂരിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ മത്സരിച്ചാൽ ശക്തനായ എതിരാളി എന്ന നിലയിലാണ് MV ജയരാജനെ പരിഗണിക്കുന്നത്. സിറ്റിംഗ് MP അടൂർ പ്രകാശിനെതിരെയാണ് ജോയിയെ രംഗത്തിറക്കുന്നത്. വടകര സീറ്റ് K മുരളീധരനിൽ നിന്നും പിടിച്ചെടുക്കാനാണ് ശൈലജയെ മത്സരിപ്പിക്കണമെന്ന് ജില്ലയിൽ അഭിപ്രായം ഉയർന്നത്. കൊല്ലത്ത് MA ബേബിയെയും ധനമന്ത്രി KN ബാലഗോപാലിനെയും പരാജയപ്പെടുത്തിയ NK പ്രേമേന്ദ്രന് എതിരാളിയായിട്ടാണ് മുകേഷിനെ നിയോഗിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പാലക്കാട്ട് മത്സരിച്ചേക്കും എന്നാണ് അറിയുന്നത്. VK ശ്രീകണ്ഠൻ 11,637 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ പാലക്കാട് മണ്ഡലത്തിൽ MP രാജേഷിനെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ആ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ പാലക്കാട് മണ്ഡലം തിരികെ പിടിക്കാമെന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ചരിത്രം വിജയരാഘവനുണ്ട്. ഇടുക്കിയിൽ മുൻ MP ജോയിസ് ജോർജും പത്തനംതിട്ടയിൽ മുൻ മന്ത്രി TM തോമസ് ഐസക്കും ആലപ്പുഴയിൽ സിറ്റിംഗ് MP ആരിഫും മത്സരിക്കും. ജില്ലാ കമ്മിറ്റിയിൽ എതിർപ്പുയർന്നെങ്കിലും ആരിഫിനെ വീണ്ടും പരിഗണിക്കാൻ നേതൃത്വം നിർദ്ദേശിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എറണാകുളത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം യേശുദാസ് പാറപ്പള്ളിയെ മത്സരരംഗത്തിറക്കാൻ ആലോചനയുണ്ട്. വനിതാ സ്ഥാനാർത്ഥിയെയും പരിഗണിക്കുന്നുണ്ട്. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി C രവീന്ദ്രനാഥും കോഴിക്കോട് എളമരം കരീമും മത്സരിക്കും.
പൊന്നാനിയിലും മലപ്പുറത്തും സ്ഥാനാർത്ഥി ചർച്ചകൾ തുടരുകയാണ്. അവിടെ ലീഗിൻ്റെ കൈവശമിരിക്കുന്ന മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ച് പൊന്നാനിയിൽ ഇക്കുറി ശക്തമായ മത്സരം ഉണ്ടാകും. പൊന്നാനിയിൽ പച്ചക്കൊടി താഴ്ത്തും എന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. മലപ്പുറത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അബ്ദുള്ള നവാസ്, SFI ദേശീയ പ്രസിഡന്റ് VP സാനു എന്നിവരുടെ പേരിന് മുൻതൂക്കമുണ്ട്. പൊന്നാനിയിൽ മുൻമന്ത്രി KT ജലീൽ, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് എന്നിവരുടെ പേരുകളും ചർച്ചയിൽ നിൽക്കുന്നുണ്ട്.